എൽ ജിയുടെ വെൽവെറ്റ് എന്ന പുതിയൊരു ഫോൺ ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഫോൺ വരുന്നത് 37,000 രൂപ പ്രൈസ് റേഞ്ചിലാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എൽ ജി വെൽവെറ്റ് എന്ന ഫോണിൻ്റെ വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്ത് വരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ആദ്യം ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ എൽ ജി വെൽവെറ്റിൽ 6.8 ഇഞ്ചിൻ്റെ POLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 20.5:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഫോൺ വരുന്നത്. ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലുള്ള നോച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന മിക്ക ഫോണുകളിലും പഞ്ചോൾ ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട്. ഈ ഒരു ഫോണിൽ അതൊന്നും കൊടുത്തിട്ടില്ല. ഏകദേശം 88.7% സ്ക്രീൻ ടു ബോഡി റേഷ്യോയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഈ ഫോണിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം, ഈ ഫോണിൽ ഡ്യുവൽ സ്ക്രീൻ എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഫോണിൽ നമുക്ക് 2 സ്ക്രീൻ യൂസ് ചെയ്യാൻ പറ്റും. എൽ ജിയുടെ ഡ്യുവൽ സ്ക്രീൻ എന്നുള്ള ഒരു ആക്സസറി വരുന്നുണ്ട്. ഇതിൽ രണ്ടാമത് ഒരു ഡിസ്പ്ലേ വരുന്നുണ്ട്. അത് ഈ ഒരു ഫോണായിട്ട് നമ്മൾ കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡിസ്പ്ലേയും കൂടി ഓൺ ആവും. അപ്പോൾ അങ്ങനെ നമുക്ക് 2 ഡിസ്പ്ലേ യൂസ് ചെയ്യാൻ പറ്റും. 2 ഡിസ്പ്ലേയിലും നമുക്ക് ഒരേ സമയം ഡിഫറൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് റൺ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഗെയിം കളിക്കുന്ന സമയത്ത് ഒരു ഡിസ്പ്ലേയിൽ ഗെയിമിൻ്റെ കൺട്രോൾസും മറ്റേ ഡിസ്പ്ലേയിൽ ഗെയിമും നമുക്ക് റൺ ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഫോണിൽ സ്റ്റൈലസ് പെന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് സാംസങ്ങിലെ S പെന്ന് പോലുള്ള പെന്നൊക്കെ ഈ ഫോണിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ ഗ്ലാസ് ബാക്ക് ബോഡിയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ മെറ്റൽ ഫ്രെയിമും വരുന്നുണ്ട്. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ റെയിൻ ഡ്രോപ്പ് ഡിസൈൻ എന്ന പേരിൽ വിളിക്കുന്ന ക്യാമറ ഡിസൈനാണ് വരുന്നത്. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ 3D ആർക്ക് ഡിസൈൻ എന്നുള്ള ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ IP68 റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഫോൺ ഡസ്റ്റ് റെസിസ്റ്റൻറ്റും അതുപോലെ തന്നെ വാട്ടർ റെസിസ്റ്റൻറ്റുമാണ്. പിന്നെ MIL STD 810G എന്നുള്ള സർട്ടിഫിക്കേഷനും വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫോണായിരിക്കും ഈ ഫോണ്. പിന്നെ ഈ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 180 ഗ്രാമാണ്. അതുപോലെ തന്നെ ഫോണിൻ്റെ തിക്നെസ് വരുന്നത് 7.9 mm ആണ്. പിന്നെ പ്രോസസ്സറിനെ പറ്റി പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 845 എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഇത് കുറച്ച് പഴയ പ്രോസസ്സറാണ്. ഈ ഒരു ഫോണിൽ കുറച്ചും കൂടി പുതിയൊരു പ്രോസസ്സർ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഇതിൽ 5G സപ്പോർട്ട് ചെയ്യുന്നില്ല, 4G സപ്പോർട്ട് ചെയ്യുന്ന പ്രോസസ്സറാണിത്. പിന്നെ ഈ ഫോണിൽ 6GB റാമാണ് വരുന്നത്. 128GB ഇൻറ്റേർണലും വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് 10 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ 3 ക്യാമറ സെൻസേഴ്സാണ് വരുന്നത്. 48 മെഗാപിക്സലിൻ്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ സെൻസറാണ് വരുന്നത്. പിന്നെ 8 മെഗാപിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. പിന്നെ മൂന്നാമത് 5 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന ഡെപ്ത് സെൻസറാണ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണിൽ ടെലിഫോട്ടോ ലെൻസ് ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ ഈ ഫോണിൽ ASMR വീഡിയോ റെക്കോർഡിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വോയിസ് ബൊക്കെ പോലുള്ള ഫീച്ചേഴ്സും വരുന്നുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്തിട്ട് വീഡിയോസ് റെക്കോർഡ് ചെയ്യാനുള്ള ഫീച്ചറും ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 16 മെഗാപിക്സലിൻ്റെ f1.9 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ആണ് വരുന്നത്. പിന്നെ ഈ ഫോണിൽ 4300 mAh ബാറ്ററിയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഫോണിൽ 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Type-C ചാർജിംഗ് പോർട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ വില വരുന്നത് 36,990 രൂപയാണ്. പിന്നെ ഈ ഫോണിൻ്റെ കൂടെ LG ഡ്യുവൽ സ്ക്രീനും കൂടി നമ്മൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വില 49,990 രൂപയായിരിക്കും. പിന്നെ ഈ ഫോൺ നമുക്ക് ഓഫ്ലൈൻ മാർക്കറ്റിൽ ലഭിക്കും. അതായത് പുറത്ത് ഷോപ്പുകളിൽ നിന്നും ഈ ഫോൺ മേടിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഓൺലൈൻ മാർക്കറ്റിലും ഈ ഒരു ഫോൺ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ എടുത്തു പറയേണ്ട ഒരു ഫീച്ചറായിട്ട് വരുന്നത് ഈ ഫോണിൽ ഡ്യുവൽ സ്ക്രീൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ എൽ ജിയുടെ തന്നെ ഇതിനേക്കാൾ കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ LG G8X എന്ന ഫോൺ വരുന്നുണ്ട്. ആ ഒരു ഫോണിലും ഡ്യുവൽ സ്ക്രീൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല ആ ഒരു ഫോണിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 855 എന്നുള്ള പ്രോസസ്സറും വരുന്നുണ്ട്. അപ്പോൾ ഈ ഫോണിന് വില കുറച്ച് കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, പ്രത്യേകിച്ച് LG G8X എന്ന ഫോൺ ഉള്ളതുകൊണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ പ്രോസസ്സർ കുറച്ച് പഴയ പ്രോസസ്സറുമാണ്. എന്തായാലും ഈ ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.